ഹായ് ഫ്രണ്ട്സ്. നമ്മളിന്ന് തിരുവനന്തപുരത്ത് സൂ കാണാൻ പോവാ. അതെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ വളരെ അപ്രതീക്ഷിതമായിട്ട് പ്ലാൻ ചെയ്തൊരു ടൂറാണ് കേട്ടോ. ഒരു ദിവസം 11 ആയപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഉണ്ട്, എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞു പറയുന്നത് തിരുവനന്തപുരം സൂ കാണാൻ പോകണം. നേരത്തെ പ്ലാൻ ചെയ്തിട്ടേക്ക് തിരുവനന്തപുരം സൂ കാണാൻ പോകണം എന്നുള്ളത്. അപ്പൊ പറഞ്ഞു എന്തായാലും അവധിയില്ല, എന്താ പോയേക്കാന്ന് വിചാരിച്ചു. 11 ആയപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ടിക്കറ്റ് അന്ന് രാത്രി 1:50 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങള് ട്രെയിൻ കയറി പോയി. ഒരു ദിവസം ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വരുന്ന രീതിയിലുള്ള ടൂറാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിന് 1:50 ഞങ്ങൾ 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും ഒരു പ്ലാനും ഇല്ല. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുക, ടൂറിന് പോവുക, അവിടെ ചെല്ലുക, അവിടെ ചെന്നിട്ടാണ് സ്റ്റേയും, അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള എവിടെയൊക്കെ പോകണം എന്തൊക്കെയാണെന്നുള്ളത്. സൂവിൽ പോകുന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 1:50 വണ്ടിക്കാണ് കയറിയത്. 1:50 വണ്ടി കയറി 6:50 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ നമ്മളോട് ഓരോരോ പാക്കേജുകൾ പറയാൻ തുടങ്ങി. ഇന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നതിന് ഇത്ര രൂപ തന്നാൽ മതി, ഇവിടെ ഞങ്ങളുടെ കെയർ ഓഫ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചേട്ടൻ്റെ നമ്പർ മേടിച്ചു. എന്നിട്ട് നമ്മൾ പൂരി മസാലയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഓട്ടോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി സെറ്റിലായി. അവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 7:50 8 മണിക്കുള്ളിൽ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി കേട്ടോ. എൻ്റെ പൊന്നെ, എന്നാ വെയിലായിരുന്നു, ഒരു രക്ഷയില്ല, നമുക്ക് നടക്കാനേ പറ്റത്തില്ല. അങ്ങോട്ട് പോയപ്പോൾ എന്തുമാത്രം വെയിലായിരുന്നു. നമ്മൾ പുറം തിരിഞ്ഞ് പോയതുകൊണ്ട് അറിഞ്ഞില്ല. തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നേരമില്ലേ, എൻ്റെ ദൈവമേ, തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടെ കാണാൻ പാടില്ല, അത്രയ്ക്കും വെയിൽ. പിന്നെ ആ നീങ്കുളത്തിൻ്റെ ഒക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ നേരം പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളും കുറിച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ, എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചെടുക്കണം എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ എടുത്തതെല്ലാം ഇങ്ങനെ ഷോർട്സിന് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോ എടുത്തു. അത് കാരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസെല്ലാം ഇങ്ങനെ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഇനിയുള്ള വീഡിയോസിലെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നതേ പുത്തൻമാളിക അല്ലെങ്കിൽ കുതിരമാളിക എന്നൊക്കെ പറയുന്ന അതിലേക്ക് കയറാനായിട്ട് പാസ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് പാസ്. അതിൽ 2 പാസ്സായിട്ടാണ് കിട്ടുന്നത്. ഒരെണ്ണം 70 രൂപയുടെ പാസ്, ഒരെണ്ണം 30 രൂപയുടെ പാസ്. 70 രൂപയുടെ പാസ്സാണ് കുതിരമാളികയ്ക്കകത്തേക്ക് കയറുന്ന പാസ്. 30 രൂപയുടെ പാസ് എന്ന് പറയുന്നത് അതിനെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ കുറേ ഫോട്ടോസും പഴയ ഫോട്ടോസും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ടാണ് ഈ ചെറിയ 30 രൂപയുടെ പാസ്. അകത്ത് കയറിയിട്ടും ഭയങ്കര ചൂടാണ്. ഈ കുതിരമാളികയുടെ എൻട്രൻസിനകത്ത് കയറിയിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചൂടാണ് കേട്ടോ. അപ്പോൾ വിയർപ്പൊക്കെ ഓർത്തി. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ വോയിസ് ഓവർ ഞാൻ ഇപ്പോൾ 2ാമത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കവിടെ ഫോട്ടോയും വീഡിയോയും എടുക്കണമെങ്കിൽ നമ്മൾ 500 രൂപ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ഈ ആർട്ട് ഗാലറിയിലും കുതിരമാളികയിലും ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട്. അപ്പം ഞാൻ ക്യാമറയും എടുത്തിട്ടില്ല, ഞാൻ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുതിരമാളികയ്ക്കകത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അത് ഫോണിനാണെങ്കിലും 500 രൂപയാണ്, ക്യാമറയ്ക്കാണെങ്കിലും 500 രൂപയാണ്. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയതുകൊണ്ട് ഞാൻ അത് എടുക്കാതെ വെച്ചതാണ്. പക്ഷേ കുതിരമാളികയ്ക്കകത്ത് നിങ്ങളവിടെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും കയറണം. വ്ലോഗ് എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്ത് നിങ്ങളത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെ 500 രൂപയ്ക്ക് ഉള്ള സാധനങ്ങൾ എടുക്കാനുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നല്ല ചൂടത്ത് 2-3 മോരും വെള്ളമൊക്കെ കുടിച്ച് നേരെ മ്യൂസിയത്തിലേക്ക് ഊബർ വിളിച്ച് പോകുന്നതാണ് എളുപ്പം. ഓട്ടോറിക്ഷക്കാരോട് പോയി കഴിഞ്ഞാൽ അവർ തോന്നിയ പൈസ മേടിക്കും. നമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് ഊബറിന് പോകുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. 4 പേർക്കും കൂടെ 160 രൂപയാണ് ഞങ്ങൾക്ക് ഇതിലേക്കുള്ള എൻട്രി ഫീസ് ആയത് കേട്ടോ. ഒരാൾക്ക് 40 രൂപയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ് 2 സൈഡിലായിട്ടും ഇരിക്കുന്നത്. ഒരു സൈഡിൽ ഹെഡും ഒരു സൈഡിൽ ടെയിലുമായിട്ട്. അതിനകത്ത് നമുക്ക് വൈറ്റ് ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക്, അങ്ങനെ കുറേ ഷാർക്കുകളെയൊക്കെ കാണാം, സക്കർ മീനെയൊക്കെ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് ഇത്രയും വെയിലത്ത് നടന്ന് വന്നിട്ട് ക്ഷീണിച്ച അമ്മയും അച്ഛനും ചെറിയ കുഞ്ഞും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരിയ്ക്കുന്നുണ്ട മതിയായി ഇരിക്കുകയാണ്, നടന്ന് മതിയെ. അപ്പോഴേക്കും മൂത്തയാൾ അക്വേറിയത്തിലേക്ക് ഓടിക്കയറി അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എക്സ്ട്രാ ഒന്നുമില്ല, ഞാൻ ഇതിനകത്ത് വെട്ടിക്കുറച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ വീഡിയോയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 40 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. പിന്നെ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ
അവർക്ക് മീനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി കാണിക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 40 രൂപ കൊടുത്ത് അതിനകത്ത് നിർബന്ധമായിട്ടൊന്ന് കാണണം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഈ വീഡിയോ തന്നെ കാണുമ്പോഴറിയാം ഇതിനകത്ത് കൂടുതലും കുഞ്ഞുങ്ങളും പേരൻസുമാണ്. ബാക്കി അല്ലാത്ത ഇങ്ങനെ കാണാനായിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഇതുപോലെ 2 പെയറായിട്ട് ഇട്ടിരിക്കുന്ന വലിയ വലിയ മീനുകൾ, ചെറിയ ചെറിയ മീനുകൾ, അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ താമക്കുട്ടന് വലിയ മീൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനെ വെടിമീനായിട്ട് 3-4 പ്രാവശ്യം പിടിച്ച് ആ വലിയ മീനിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി എല്ലാ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു. അത്രേ കുളിച്ചല്ല, ടാങ്കിൽ മീനുകളും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുക. അങ്ങനെ കുറേ നേരം ഒരു 5 മിനിറ്റ് കാണാനുണ്ടാവും, അത്രേ ഉള്ളൂ. അത്രയും കൂടെ ഉണ്ടാവില്ല. ഒന്ന് റൗണ്ട് അടിച്ച് വരുന്ന അത്രയും ദൂരമേ ഉള്ളൂ. അത്രയും ദൂരത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഈ 40 രൂപ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളായിട്ട് പോകുന്നവർക്ക് മാത്രം കയറി കാണേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ. അതും അധികം മീനുകളൊന്നും തന്നെ ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഇതാണ് കേട്ടോ. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ട് താഴ്ത്തി ചെല്ലുമ്പോഴാണ് നമുക്ക് സൂ കാണാൻ പറ്റുന്നത് കേട്ടോ. സൂവിൽ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. 4 അഡൽട്സിന് നമുക്കായത് 160 റുപ്പീസാണ്. ഇനി നമുക്ക് മുതിർന്നവരായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബഗ്ഗി വേണം. കാരണം ഇതൊരു 50 ഏക്കർ ഉള്ളൊരു സൂ ആണ്. അപ്പോൾ ഈ സൂവിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ പ്രായമായവർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ബഗ്ഗി എടുക്കാം. ബഗ്ഗി എടുക്കാനായിട്ട് നമ്മൾ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻഫർമേഷൻ ഡെസ്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എൽഡർലി പീപ്പിളിന് പോകാനായിട്ടുള്ള ബഗ്ഗി കാർ, അതായത് ഇലക്ട്രിക് കാർ എടുക്കുന്നത്. ഇവിടെ 4 പേര് യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് കാറിന് 500 റുപ്പീസാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത റൈഡ് വരുന്നത് 12:45 12:30ക്കാണ്. അപ്പം നമ്മളിപ്പം 11:45 ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. അടുത്ത ബഗ്ഗി വന്ന് അടുത്ത ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി നമുക്ക് കയറി പോകാനായിട്ട്. അപ്പം നമ്മൾ അഡ്വാൻസ് വേണമെങ്കിൽ നമുക്ക് പേ ചെയ്യാം, ഇല്ലെങ്കിൽ അവർ ആ സമയം അനുസരിച്ച് നമ്മളിവിടെ വന്നുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ടൈമിൽ പേ ചെയ്താലും മതിയാവും. അങ്ങനെ വണ്ടി റെഡി ആയപ്പോഴത്തേക്കും നമ്മളെ അവർ വിളിച്ചു, അതുപോലെ ഇലക്ട്രിക് കാർ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വന്ന് വണ്ടിയെ കയറി ഇരുന്ന ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ ഇത്. ഇനി നമുക്ക് സൂവിനകത്തേക്കുള്ള കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് മൃഗങ്ങളും റെപ്റ്റൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ തൊട്ട് പുറകിനുണ്ട് കേട്ടോ.